മാജിക്കിൽ നമ്മൾ രസകരമായിട്ടുള്ള ഒരു ഗെയിമിലേക്ക് പോവാണ്. പോട്ടിൽ കൊടുക്കുക എന്ന് പറയില്ലേ, ചിലത് നമ്മൾ പിന്നീട് ആർക്കെങ്കിലും വേണ്ടി ഓങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡിലേ ഇടരുത് എന്ന് പറയുന്നതിന് വളരെയധികം വ്യക്തമായിട്ടുള്ളൊരു ഗെയിമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് പെടക്കോഴി കുട്ടിക്കോഴി. അപ്പോ ഈ പെടക്കോഴി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടീമിൽ 5 പേര് കോഴികളായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. അനു ഒന്നും നോക്കണ്ട, പെടച്ചേക്കുക, അതാണ് പെടക്കോഴി. ഓക്കെ ഓക്കെ. അപ്പൊ പെടക്കോഴി അതുപോലെ തന്നെ കുട്ടിക്കോഴി എന്നുള്ള ഈ ഒരു ഒരു ടീമിൽ നിന്ന് 5 പേര് നിങ്ങളുടെ കാലൊന്ന് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. ഈ ഗെയിം കഴിയുമ്പോൾ ആരൊക്കെ മുട്ടയിടുന്നുള്ളത് കാണാം. ശരി, 2 പേരുടെ കാലിലും എല്ലാവരുടെ 2 കാലിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുഞ്ഞിക്കോഴിയെ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. അപ്പോ നടക്കുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു കോഴികളുടെ ഡേക്കർ കൊണ്ടിരിക്കും. കോഴി എങ്ങനെ ശബ്ദം ഉണ്ടാക്കുക കേക്കട്ടെ. നമ്മള് കോഴിക്കൊരു ശബ്ദം ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ ശബ്ദമാണ് ഈ വെസലിൽ കൂടെ വരാൻ പോണേ കേട്ടോ. ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് അനു എത്താണ്. അനുവിന്റെ കണ്ണ് നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അനുവിന് കാണാൻ പറ്റില്ല. പക്ഷേ ഈ കോഴിയുടെ മൂവ്മെന്റ് അനുസരിച്ചിട്ടായിരിക്കും അനുവിന്റെ കയ്യിൽ നിന്ന് പെട കോഴി വരാൻ പോകുന്നത്. ഓക്കെ, ഗെറ്റ് റെഡി. ഒരാളുടെ ബോഡിയിൽ 5 അടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഔട്ടാണ്. മാക്സിമം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അനുവിന്റെ മുന്നിൽ അനുവിന്റെ ശ്രദ്ധയിൽ പെടാതെ ആ ഒരു കോഴിയായിട്ട് മുന്നോട്ട് നീങ്ങുക. കോഴിത്തരം നിങ്ങൾ മാറ്റരുത്. നമ്മളിതാ ഗെയിമിലേക്ക് പോകാൻ പോവാണ്. അനു ഇവർക്ക് എല്ലാവർക്കും എതിരായിട്ടാണ് പ്രവർത്തിക്കാൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ലക്ഷ്മി അത് വെച്ചിട്ട് അവളെ 2 കറക്ക് ഇറക്കണം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഓക്കെ, സ്റ്റാർട്ട്. ജസീൽ എന്താ പരിപാടി? അവരടിക്കാൻ വന്നാണ്, മിറ്റടിക്കാൻ വന്നാണ്. അയ്യോ, ഒരു കോഴി പോയേ. അനു നന്നായിട്ട് ഗെയിം കളിച്ചു കേട്ടോ. സൂപ്പർ, ഗുഡ് ജോബ്. അനുവിന് ശരിക്കും ഒരു അടിയും കൂടെ ശ്രീവിദ്യ മീൻസ് അടിച്ചിരുന്നെങ്കിൽ ഔട്ടാക്കായിരുന്നു. ജിഷ്ണേട്ടൻ ആക്ച്വലി 4 അടി കൊണ്ടിട്ടുണ്ടായിരുന്നു, 1 അടി. സോ നിങ്ങൾക്ക് 2 പേരും ജസ്റ്റ് മിസ്സാണ്. അപ്പൊ ഓൾ ടോട്ടൽ 2 പോയിന്റ്സ് ആണ് അനുവിന് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. 2 പേരെയാണ് അനു ഔട്ടാക്കിയത്. ഗുഡ് ജോബ്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇതുവരെ ഭാര്യയായിരുന്നു ഭർത്താവിനെ തല്ലിക്കൊണ്ടിരുന്നിരുന്നത്. അതിനുള്ള പ്രതികാരം വീട്ടാനായിട്ട് ഈ ഗെയിമിൽ ലക്ഷ്മിനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ കളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഞാൻ അനുവിനൊരു ഈശ്വര പ്രാർത്ഥന. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദുലയ്ക്ക് 1 അടി മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കി 4 അടിയും എനിക്ക് വേണ്ടി അനു വിട്ടു തന്നിരിക്കുകയാണ്. വരണം മിസ്റ്റർ ചൂടൻ. കഴിഞ്ഞ 10 അടിയോളായിട്ട് തന്നെ ഞാൻ ഓങ്ങി വെച്ചിരിക്കുക. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ണ് ഇത് ഇപ്പോഴാണ് ശരിക്കും ദിഗംബരനായത്. കുട്ടിക്കോഴി പെടക്കോഴി, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. പിടിക്കണം. 5 ജയിക്കുകയും ചെയ്യും. തങ്കു കാല് ചവിട്ടണം. താഴെ കിട്ടി. തങ്കുവിന് 3 ആയി. മുന്നോട്ട് ആഞ്ഞടി. പറഞ്ഞു കൊടുക്കരുത്. ഒരെണ്ണം മൃദുലക്ക് കിട്ടിക്കഴിഞ്ഞു. 20 എണ്ണം
അനുവിന്. ജസീല 1. ശ്രീവിദ്യ 3. അടിയടാ അടിയടാ അടിയടാ. നീ അടിക്കാൻ നടക്കണ പിടിക്കാൻ നടക്കണ. ഓക്കെ, ഭാര്യയ്ക്ക് 2 അടി കൊടുക്കാൻ അവസരം പറ്റിയുള്ളൂ. 1 പോയിന്റ് ആണ് യുവർ സ്കോർ ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് അനുവിന്റെ 2 + 1 ടോട്ടൽ 3.